സംഗതി ശരിയാണോ? ശരിയാ മോനെ, ശരിയാ. എന്താടാ ഇത് വന്നേപ്പ? എന്താടാ? ഒച്ച വയ്ക്കല്ലേപ്പ, പതുക്കെ പറ. നമുക്ക് സ്വർണ്ണക്കടി ഇന്ന് തന്നെ എടുത്താൽ എന്താ? നീ എന്തോന്നായി പറയുന്നത്? ഞാൻ പറയണത് അപ്പനൊന്ന് ആലോചിച്ച് നോക്ക്. കടപ്പുറത്ത് കുടിച്ചിട്ടിരിക്കുന്ന സാധനം നാളെ നിങ്ങൾ ചെല്ലുന്നേരം വരെ അവിടെ തന്നെ കിടക്കുമെന്ന് എന്താണ് ഒരു ഉറപ്പ്? എക്സൈസുകാരോ പോലീസുകാരോ ആര് വേണമെങ്കിൽ കാവലിന്നോട്ടെ, ഞാൻ ഏറ്റു. ആ സാധനം ഇന്ന് തന്നെ നമുക്കിന്ന് എടുക്കാപ്പ. എന്നാല് നീ സേവ്യരോടൊന്ന് പറഞ്ഞു നോക്ക്. എന്തിനാ സേവറിയേട്ടനോട് പറയുന്നത്? സേവ്യരോട് പറയാതെ പിന്നെ ഇന്നത് എക്സൈസുകാർ കൊണ്ടുപോയാൽ സേവറിയേട്ടന് കിട്ടുമോ? ഇത് നരകത്തിൽ പോകുന്ന പാപമൊന്നുമല്ല. സേവറിയേട്ടനെന്നല്ല, ലോകത്തിൽ ആരും തന്നെ ഇത് അറിയാനും പോകുന്നില്ല. സ്വർണ്ണക്കട്ടി നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യുമോ? പതുക്കെ പറപ്പാ. ഈ അപ്പന്റെ ഒരു തത്വജ്ഞാനം. മനുഷ്യരായാലേ ബുദ്ധി വേണം. ഇത് ഒരിക്കൽ കൂടെ ഇത് കിട്ടാൻ പോകുന്നില്ല. എല്ലാം ഞാൻ ഏറ്റു. എന്റെ അപ്പ പറഞ്ഞാട്ടെ. എങ്കിലും മോനെ ഒരു മര്യാദ വേണ്ടേടാ. അപ്പന്റെ ഒരു മര്യാദ ആദ്യമേ ജീവിക്കാൻ പഠിക്കണം അപ്പ. എന്റെ അപ്പ പറഞ്ഞാട്ടെ, അപ്പ വന്നാട്ടെ, ഞാൻ ഏറ്റു. വന്നാട്ടെ അപ്പ. നമസ്തേ. ഓ, ഫ്രാൻസിൽ പുതുവത്സരം ആരംഭിക്കുന്ന പ്രഭാതത്തിൽ സുന്ദരികളായ യുവതികൾ സംഘം ചേർന്ന് നടക്കുന്നു. യുവാക്കന്മാർ അവരിൽ ഓരോരുത്തരെയും കടന്നു പിടിക്കാറുണ്ട്. പിടിക്കുന്നവന്റെ ഭാര്യയാണ് പിടിക്കപ്പെട്ടവൾ. അങ്ങനെയൊന്നും തന്റെ കാമുകി നഷ്ടപ്പെടാൻ പോകുന്നില്ലെന്ന് എന്റെ കാമുകൻ ഒന്ന് വിശ്വസിക്കൂ. അല്പം ക്ഷമ കാണിക്കൂ. ക്ഷമയുടെ കാര്യം എന്തിന്? പണത്തിന്റെ പ്രതീക്ഷയൊക്കെ താർന്നിരിക്കുകയല്ലേ. സ്റ്റെല്ലയുടെ അമ്മയുടെ കയ്യിലാണെങ്കിൽ 4 കാശില്ല, ബാസിനാണെങ്കിൽ കൈയൊഴിയും. അതുകൊണ്ട് പണം ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ, തിങ്കളാഴ്ച മനസ്സ് യോജിക്കാൻ തയ്യാറാണോ? അത് വയ്യ ലോറൻസ്. ആട്ടെ, ഇന്നലെ സിനിമയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരം കാത്തുനിന്നു. എനിക്ക് സാധിച്ചില്ല. അത് വരാതിരുന്നപ്പോൾ മനസ്സിലായല്ലോ. ഞാൻ പുറപ്പെട്ടതാണ്. പക്ഷേ ബാസ്റ്റൻ വഴക്ക് പറഞ്ഞു. ഓഹോ, എങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കും. ബാസ്റ്റൻ ഒരു മഠയനല്ലാത്തതുകൊണ്ട് നമ്മൾ കുറെ കൂടി സൂക്ഷിക്കുന്നതാണ് നല്ലത്. എന്താ ഇത്? കൈക്കെന്ത് പറ്റി? കൈ ഒന്ന് മുറിഞ്ഞു. മുറിഞ്ഞോ? സാരമില്ല, ഒന്നുമില്ലെന്നേ. ഇവിടെ നോക്കട്ടെ. ഓ, ഇത് വിടുന്നേ. വിടൂ. ഒന്നുമില്ലെന്നേ. ലോറൻസേ, എന്താ അമ്മേ? ആരാടാ അവിടെ വർത്തമാനം പറയുന്നത്? ചായ വേണ്ട, ഒരു വല്ലവരും ആണോ? സ്റ്റെല്ല ആണമ്മേ. സ്റ്റെല്ല ചായ വേണോ? വേണ്ട അമ്മേ, ഞാൻ പോകുന്നു. അമ്മ എങ്ങോട്ട് പോവാ? ഞാൻ പ്രസ്തിയുടെ അടുത്തുനിന്ന് ഒരു വറ്റം എടുത്തോണ്ട്. അപ്പ
അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അപ്പഴാ സേവരിയായിട്ട് വീട്ടിൽ ചെന്ന് സ്വർണം മാന്തി എടുക്കുന്ന കാര്യത്തെ പറ്റി രഹസ്യമായി ഒന്ന് പറ. അതെന്തിനാടാ സേവിയർ ഇങ്ങോട്ട് വരട്ടെ? അത് മണ്ടത്തരമാ. നമുക്കാണ് ഇതിൽ കൂടുതൽ താല്പര്യമൊന്നും വരുത്തണ്ടേ എന്നാലും അവർ സംശയിക്കാതിരിക്കൂ. അത് ശരിയാടാ, അത് ശരിയാ. മന്ത്രിയുടെ പേരിലുള്ള ആരോ പണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. എടിയേ, ഒരു ബീഡിങ് എടുത്തേരെ, കൂടെ ആ തീപ്പെട്ടി. കേരള കർഷക പാർട്ടിയുടെ രൂപീകരണം ഒന്ന് കത്തിച്ചേരട്ടെ. കത്തിച്ചു കഴിയുമ്പോ ഒന്ന് വലിച്ചേക്കാൻ കൂടെ പറയുമോ? അതും ഒക്കെ പറഞ്ഞെന്ന് വരും. അടുത്ത വ്യാഴാഴ്ച പാപ്പച്ചന്റെ മോടെ കല്യാണമാണ്. എന്തിനാ വ്യാഴാഴ്ചക്ക് നീട്ടുന്നത്? തിങ്കളാഴ്ച തന്നെ നടത്തിക്കോട്ടേ. എന്ത് വർത്തമാനമായി പറയുന്നത്? കല്യാണത്തിന് പോണം, ചിട്ടിപ്പണവും കൊടുക്കണം. ഒറ്റ പൈസ പോലും ഇവിടെ ഇരിപ്പില്ല. പണ്ടൊക്കെ നീ കാശിന്റെ കാര്യം പറയുമ്പോ ഞാൻ പേടിച്ചിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് പണം പുല്ലാനടി, പുല്ല്. ഇന്ന് എടുത്തോണ്ട് വരാൻ പോകുന്നത് എന്തോന്നാ? സേവിയർ എന്ന് പറയുന്ന പത്രോസിന്റെ ഗോത്രക്കാരൻ വെറോനിക്കയുടെ ഗോത്രക്കാരിയോടെ അല്ല പറയുന്നു. ഇന്ന് നേരത്തെ തന്നെ വരച്ചിലായിരിക്കുകയാണല്ലോ. നീ എന്നൊക്കെ ഭേദമായിട്ടാണല്ലോടാ മോനെ. അല്പം വേദന. ഈ കൈ കൊണ്ടിന്ന് എന്താ എടുക്കാൻ പോകുന്നത്? എടാ മരിയാനെ, ഇവള് പറയുന്നത് കേട്ടോ, ഇവിടെ ഒറ്റ പൈസ ഇല്ലെന്ന്. പൈസ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാം. വയസ്സുകാലത്ത് സക്കരയായിക്ക് സന്താനത്തെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. വയസ്സുകാലത്ത് സേവ്യറും മരിയാനും സ്വർണ്ണം കെട്ടിയിട്ടത് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. പതുക്കെ പറ. ഇവിടെ തന്നെ കാണുന്നില്ലല്ലോ ശിവരെ. അയ്യോ ശിവരെ, ചതിച്ചോ ശിവരെ. അയ്യോ കാണുന്നില്ലല്ലോ ശിവരെ. എന്റെ ദൈവമാരായ കാണുന്നില്ലല്ലോ ശിവരെ. നമ്മുടെ ആരുടെ പറ്റിച്ചല്ലോ ശിവരെ. അയ്യോ എന്റെ ശിവരെ. അയ്യോ ഒന്നുകൂടെ മാറ്റി നോക്ക്. താനും വൈകൊണ്ടോ. അയ്യോ എന്റെ ശിവരെ. ഇല്ല ശിവരെ, നമ്മുടെ ആരുടെ പറ്റിച്ച ശിവരെ. വന്നോ? പോയിട്ട് എന്തായി? എന്താ ഒന്നും മിണ്ടാത്തത്? അതവിടെ കാണുന്നില്ല. കാണുന്നില്ലേ? ആരാണ്ട് ഞങ്ങളെ ചതിച്ചടി. ചതിച്ചോ? അങ്ങനെയാ തോന്നുന്നത്. കള്ളൻ ശുദ്ധഗതിക്കാരനെ മനസ്സിലാക്കും, ശുദ്ധഗതിക്കാരന് കള്ളനെ മനസ്സിലാകത്തില്ല. അതാ കാര്യം. വരും വരാഴിയും തന്ത്രവും അറിഞ്ഞുകൂടാത്തവർക്ക് ഇതല്ല ഇതിലപ്പുറവും പറ്റും. എന്തായാലും മരിയാനും കൂടെ അറിയാതെ ഇത് നടന്നിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവനങ്ങനെ ചെയ്യൂ? എന്നാ ഇച്ചിന്നായിക്കോട്ടെ. ഇന്നലെ എവിടെ വന്നിരുന്ന് കൊതിയ അത്യാഗ്രഹം തട്ടിവിട്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ഇതെങ്ങനായി തീരുമെന്ന്. പോട്ടെ, ദൈവം നിശ്ചയിക്കുമ്പോഴേ മനുഷ്യർക്ക് നല്ല കാലം വരത്തുള്ളൂ. വഞ്ചിമലയുണ്ടേ, അതാരും കൊണ്ടുപോയിട്ടില്ലല്ലോ. മതി. അപ്പോഴേ ഞായറാഴ്ച ഇവിടെ നടക്കാൻ പോകുന്ന എന്താണെന്ന് നിശ്ചയമുണ്ടോ? ഇന്ന് വെള്ളി, നാളെ ശനി, ഒറ്റ ദിവസമേ ഉള്ളൂ ഞായറാഴ്ചക്ക്. ഈ കാര്യം പറയുമ്പോ എന്താ മിണ്ടാത്തത്? ആകാശം ഇടിഞ്ഞു വീഴുകയും ഭൂമി പാതാളത്തിലോട്ട് താണു പോവുകയും ചെയ്യുന്ന ദിവസമായിരിക്കും ഞായറാഴ്ച. ഞാൻ എന്താ പൊട്ടന് മറ്റമാണ്? ആനയും കല്യാണ സേവനുള്ള പണവുമായിട്ട് വരും, അതിന് മേടിക്കണം, അത്ര തന്നെ. മറ്റൊന്നും ഇല്ലായിരിക്കും. പണം കൊണ്ടുവരും, അതങ്ങ് വാങ്ങിക്കണം. കൂട്ടത്തിൽ അവർക്ക് ഊണും കാപ്പിയും ഒക്കെ വേണ്ടി വരും. അതിനിവിടെ ഒരുക്കിയിരിക്കുന്ന എന്താണെന്നാ ഞാൻ ചോദിക്കുന്നത്. 4-5 ലിറ്റർ പച്ചരിയെങ്കിലും വാങ്ങിക്കണം. കാപ്പിക്ക് വെള്ളയപ്പം, ചുരുട്ട്, കുഴലപ്പം, റൊട്ടി, ഇത്രയും അനുസാരികളെങ്കിലും വേണം. കോഴിയിറച്ചി കൊണ്ടൊരു പപ്പാസ്, കോഴിച്ചാറ്, ആട്ടിറച്ചി കൊണ്ടൊരു പെരളൻ, അല്പം ആറ്റുമീനും. ഈ പറഞ്ഞതിനൊക്കെ കൂടെ ശനിയാഴ്ച ഒറ്റ ദിവസമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്തേക്ക്. എനിക്കൊന്ന് കിടക്കണം. ഏറെ കോഴിയാ കൂവുന്നേ.